Hi, hello guys, welcome back to my YouTube channel. I'm back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം റാൻഡം ഡേയ്സ് ഇൻ മൈ ലൈഫ് ആസ് എ 12th ഗ്രേഡർ. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനിൽ ഓളെന്നിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എനിക്ക് മാത്രമേ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ 3 തവണ വീഡിയോസ് എടുക്കാൻ നോക്കി ഫെയിലായി. അതുകൊണ്ട് ഞാൻ ഇതിനെ സം റാൻഡം ഡേയ്സിനെ വിളിക്കുന്നുള്ളൂ. കാരണം ഇതിൽ ആഫ്റ്റർ സ്കൂൾ റുട്ടീനും 2 ഡേ ഇൻ മൈ ലൈഫ്സും അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നത് കെമിസ്ട്രി ആയിരുന്നു. ഇത് ആക്ച്വലി ഒരു ലീവ് ഉള്ള ദിവസമായിരുന്നു. ആ ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ സൈലത്തിൻ്റെ ആപ്പിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് പറയാം. സൈലത്തിൻ്റെ ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡെയിലി 7 മണി 7 ആ ഒരു ടൈമിൽ എങ്ങാണ്ടാണ് ക്ലാസ് ഉള്ളത്. ഞാൻ ലൈവായിട്ട് ഇതുവരെ ഒരു ക്ലാസ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. അത് വെക്കേഷൻ എങ്ങാണ്ടാണ് ഒരു ക്ലാസ് ലൈവായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ലൈവായിട്ട് മിക്കവാറും അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. കാരണം സ്കൂളിലെ ക്ലാസ്സസ് നമ്മൾ സ്കൂളിൽ നിന്ന് ക്ലാസ് കണ്ടിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നല്ലപോലെ പഠിക്കാനും ഹോംവർക്കും ടെസ്റ്റ് പേപ്പറും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല സമയമാകും. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കലൊക്കെ ഉള്ളു. അപ്പം നമ്മൾ ആ വിഷയം എന്തായാലും പഠിച്ചിട്ട് പോയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് മിക്കവാറും ഞാനിപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ ഒരു ഫ്ലോയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ച എല്ലാം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇതുവരെ കുഴപ്പമില്ല, മിഡ് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെയുള്ള പോർഷൻസ് ഏകദേശം സെറ്റാണ്. പക്ഷേ ഈ ദിവസങ്ങളിലാണെങ്കിൽ പഠിക്കാൻ നല്ല മടിയുണ്ട്. പക്ഷെ പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയാണ്. കുറേ സമയം ഇങ്ങനെ ഡിസ്ട്രാക്ട് ഒക്കെ ചെയ്ത് കളയും. പിന്നെ ചില സമയം രാത്രി ഒന്നും ഉറക്കം വരില്ല. നമ്മളിങ്ങനെ ഒരു കുറ്റബോധം വരുമല്ലോ, റിഗ്രറ്റ്. അതിലും നല്ലത് പഠിക്കുന്നതാണെന്ന് തോന്നും. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് പഠിക്കും. പക്ഷെ എങ്കിൽ പോലും കുറേ ഇങ്ങനെ ഫോണിലൊക്കെ ഡിസ്ട്രാക്റ്റായി പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലിറ്ററലി +2 എന്ന് പറഞ്ഞാൽ ഫേസ് ഓഫ് ഡിസ്ട്രാക്ഷൻ ആണെന്ന്. പക്ഷേ അതിനെ ഓവർകം ചെയ്ത് നന്നായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ പഠിക്കണം എന്ന് തോന്നും. പിന്നെ പഠിച്ചാലേ പറ്റുള്ളൂ. അത് വേറൊരു കാര്യം. വേറെ ആരും നമുക്ക് മാർക്കൊന്നും ഇട്ട് തരില്ല. നമ്മൾ പഠിച്ച് സ്വന്തമായിട്ട് എക്സാം എഴുതിയാലേ നടക്കുള്ളൂ. ആ കാര്യങ്ങളൊക്കെ ഓർക്കുക. പിന്നെ ലാസ്റ്റ് സമയത്ത് മാനേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് പ്രാക്ടിക്കലുണ്ട്, അതേപോലെ തന്നെ തിയറി ആയിട്ട് 1 മാസം. ലാസ്റ്റ് നമുക്ക് ജനുവരിയിൽ എങ്ങാണ്ടാണ് പ്രാക്ടിക്കൽ എക്സാം വരുന്നത്. ജനുവരി ഫെബ്രുവരി ആ ടൈമിൽ ഒരു 1.5 മാസം നമുക്ക് തിയറി സബ്ജക്ട്സുമായിട്ടുള്ള ആ ഒരു ടച്ച് അങ്ങനെ വിട്ടുപോകും എന്നാണ് മിസ് പറഞ്ഞത്. കാരണം നമ്മൾ ആ ഒരു ടൈമിൽ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി മാത്രമായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിന് വേണ്ടി മാത്രം ശ്രദ്ധ പോകുമ്പം തിയറി ഒന്നും ഇനിയിപ്പം +1 പലരും ചെയ്ത് ലാസ്റ്റ് സമയത്ത് പഠിച്ച് സ്കോർ ചെയ്തവരാണ് പലരും ആദ്യമൊന്നും അധികം പഠിക്കാതെ ലാസ്റ്റ് സമയത്ത് എഫോർട്ട് ഇട്ട് അല്ലെങ്കിൽ ആ ടൈമിൽ ചത്ത് കിടന്ന് പഠിച്ചൊക്കെ വാങ്ങിച്ചവരാണ്. പക്ഷേ +2 നമുക്ക് അതിനുള്ള ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴേ പഠിച്ചു പോയില്ലെങ്കിൽ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് കാണാവുന്നതാണ്. ഏത് ചാനലിൽ ചിലതിങ്ങനെ ഏത് ക്ലാസ് കാണാൻ ഏത് ചാനലാണ് ബെറ്റർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ കാണാം. കാരണം ഓരോരുത്തർക്കും മനസ്സിലാവുന്ന വ്യത്യസ്ത രീതിയിലുള്ള ക്ലാസ്സുകളാണ്. ചിലർ ഇപ്പോൾ മോസ്റ്റ്ലി സ്റ്റുഡൻസ് കാണുന്ന എക്സാമിന് സൈലം, എജുപോർട്ട് അതുപോലെയുള്ള ആപ്പുകളാണ്. പിന്നെ ഞാൻ മാത്സിനാണെങ്കിൽ നിങ്ങൾക്ക് ആൽബിൻ കാട്ടാക്കട എന്ന് പറഞ്ഞ ആ ഒരു സാറിൻ്റെ ക്ലാസ്സും പറയൂ കേട്ടോ. അടിപൊളിയാണ്. കുറേ NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ സാറ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അടിപൊളി ക്ലാസ്സാണ്. അപ്പം ഞാൻ സൈലത്തിലുള്ളതുകൊണ്ട് എനിക്കിപ്പം അങ്ങനെ അധികം ആവശ്യം വരുന്നില്ല. ഞാൻ പിന്നെ +1 ലാസ്റ്റ് സമയത്തായിരുന്നു എക്സാമിന് എൻ്റെ റിവിഷൻ ബാച്ചിൽ ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൽ NCERT കുറേ ചെയ്യിപ്പിക്കാറുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ മാത്സിന് ഞാൻ പറയാം +1 ജനുവരി ഞാൻ ഭയങ്കര പേടിച്ചൊരു വിഷയം മാത്സ് ആയിരുന്നു ഫൈനൽ എക്സാമിൽ. കാരണം എനിക്ക് ഇതുവരെ 45 അതിൽ കൂടുതൽ വന്നിട്ടേ ഇല്ല. ഞാൻ എന്ത് തലങ്കുത്തി വീണ് പഠിച്ചാലും എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസ് അറിയാമെങ്കിലും ഞാൻ പരീക്ഷയ്ക്ക് പോയി തെറ്റിച്ച് വെക്കും. പക്ഷെ ഞാൻ ആ ഒരു മാസം ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത മാത്സ് എന്ന് പറഞ്ഞ വിഷയത്തിനാണ്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് ഞെട്ടുകയും ചെയ്തു. കാരണം എനിക്ക് 76-77 മാർക്ക് ഉണ്ടായിരുന്നു മാത്സിന്. കാരണം ഞാൻ പറയല്ലോ, ഇത് വലിയ മാർക്കാണെന്നല്ല, പലർക്കും ഫുള്ളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ നല്ല പേടിച്ച് എഴുതിയൊരു എക്സാം ആയിരുന്നു. കാരണം ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ വരെ ഭയങ്കര തെറ്റിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ വീക്ക് സബ്ജക്റ്റിൽ കൂടുതൽ വർക്ക് ചെയ്യാം. ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം ഇത്രയും വലിയ കഥ, അതായത് +1 കാര്യവും +2 കാര്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കാരണം ഒരാൾ വന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നു, +1 അധികം നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല, ഇതുവരെ ഞാൻ അങ്ങനെയല്ലായിരുന്നു, ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല. അത് അത്യാവശ്യം കൂടുതൽ പിള്ളേരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു +1 അത്യാവശ്യം എല്ലാവരും ക്യാച്ചപ്പ് ചെയ്ത് പോവും. വളരെ കുറച്ച് പേരെ പുറകെ നിൽക്കുള്ളൂ. പക്ഷെ അവർ തന്നെ +1 ലാസ്റ്റ് റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ ഞെട്ടും അവരുടെ റിസൾട്ട് കണ്ടാൽ. അങ്ങനെ കുറേ പേരെ എനിക്കറിയാം. നമ്മൾ ആദ്യം അവരൊട്ടും, അതായത് 10th മാർക്ക് വാങ്ങിച്ച്
പ്ലസ് വണ്ണിൽ വന്ന ഒരുപാട് പേരുണ്ട്. അത് നമ്മൾ ഇടുന്ന എഫേർട്ടിൻ്റെ ആണ് കാര്യം. ഇപ്പം എല്ലാവർക്കും ഒരേ പോലെ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലാസ് കണ്ടാലോ ഒരു തവണ കാണുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണമെന്നേ ഇല്ല. പക്ഷേ എത്ര തവണ കാണുന്നു എന്നതിലല്ല, എത്ര എഫേർട്ട് ഇടുന്നു, എത്ര മണിക്കൂർ പഠിക്കുന്നു, അല്ലെങ്കിൽ ചിലപ്പം നല്ലൊരു പഠിക്കുന്ന ആളെക്കാൾ അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെക്കാളും 2, 3, 4 മണിക്കൂർ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ട വരുമായിരിക്കും. പക്ഷെ അറ്റ് ലാസ്റ്റ് നമ്മുടെ എഫേർട്ട്സ് അല്ല, നമ്മുടെ മാർക്സ് മാത്രമാണ് നോക്കുന്നത്, വേറെ ഒന്നും നോക്കില്ല ഇവിടെ. ഓക്കെ. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നതിന് മുമ്പേ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ടു ഡു ലിസ്റ്റ് എഴുതുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമുക്കൊരു പ്ലാൻ വേണം, നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുക. പലരും കാണുന്നൊരു കാര്യമാണ്, ഇനി വീട്ടിൽ പോയിട്ട് യൂട്യൂബിൽ ക്ലാസ് കാണാമല്ലോ, അല്ലെങ്കിൽ ബാച്ചിലുണ്ടെങ്കിൽ ബാച്ചിലെ ക്ലാസ് കാണാമല്ലോ, ക്ലാസ്സിലധികം ശ്രദ്ധിച്ചിരിക്കണ്ടല്ലോ എന്നൊക്കെ. നമുക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ മാത്രം, ഇപ്പം ഇടയ്ക്ക് നമ്മളിപ്പം എന്ത് ഭയങ്കര ശ്രദ്ധിച്ചിരിക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും ചില ക്ലാസ്സുകളിലൊന്നും നമ്മളെ കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താലും നമുക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. പക്ഷേ ദാറ്റ്സ് ഓക്കെ. നമ്മൾ 1-2 ക്ലാസ്സിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഡെയിലി ചെയ്യണം എന്നല്ല, എന്നാലും നമുക്ക് ഇടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ബോട്ടണി ക്ലാസ്സിലാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മിക്കവാറും ഉച്ചകഴിഞ്ഞോ അങ്ങനെയുള്ള സമയം വല്ലതും ആയിരിക്കും. ബോട്ടണി കെമിസ്ട്രി ഇപ്പം എനിക്ക് ഭയങ്കര പാടാണ് ക്ലാസ്സിലിരിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഇങ്ങനെ ഉറക്കം വരും. ബോട്ടണി ഭയങ്കര വാസ്റ്റാണ്. കെമിസ്ട്രി കഴിഞ്ഞ വർഷം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ ഈ വർഷം എനിക്ക് ഈ സെക്കൻഡ് ചാപ്റ്ററൊക്കെ വന്നപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെയും സ്ഥലത്തിലെ ക്ലാസ് കാണുമ്പോൾ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട്. ഞാൻ മനസ്സിലാവുന്നില്ല എന്നല്ല പറഞ്ഞത്, കെമിസ്ട്രി സ്കൂളിലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനൊരു വിഷയമായിട്ട് എനിക്ക് ഈ വർഷം കെമിസ്ട്രി ഫീൽ ചെയ്തു. പിന്നെ 4 ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ ഓർഗാനിക്കും കൂടെ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, അടിപൊളിയായിരിക്കും. പിന്നെ മാത്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും NCERT മാക്സിമം ചെയ്യുക, +1 +2 പിള്ളേർ. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് എത്ര ടഫാക്കിയാലും അത് NCERT വരുള്ളൂ. അതിൽ ടഫാക്കുമ്പോൾ അവർ കൂടുതലെടുക്കുന്നത് ഇങ്ങനെ മിസ്കലീനിയസ് എക്സസൈസ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, അതും കൂടെ സോൾവ് ചെയ്യാൻ. കഴിഞ്ഞ വർഷം അത് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ NCERT ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തിട്ട് ഇതിന് വേണ്ടി ഒരു നോട്ട്ബുക്ക് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമ്മളൊരു നോട്ട്ബുക്ക് വെക്കാം, അതിലേക്ക് സോൾവ് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്തപ്പോൾ കിട്ടാത്ത കോൺസെപ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതൊക്കെ വട്ടമിട്ട് വെക്കുക, അല്ല മാർക്ക് ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പം അങ്ങനെയൊക്കെ ചെയ്താൽ മാത്സ് നല്ല ഈസിയാണ്. ഓരോ വിഷയത്തിനും +1 ടിപ്സ് പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ 7 മണിക്കൂർ ഇത് ആകപ്പാടെ 9 മിനിറ്റാണുള്ളത്. അതിൽ 7.5 മിനിറ്റും ഞാൻ ഇതിനെക്കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓണം എക്സാം വരുന്നുണ്ട്, എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ലാസ്റ്റ് സമയത്ത് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. +1 ഉണ്ടോ എന്ന് ഉറപ്പില്ല, ചിലപ്പം സ്കൂളുകൾ കണ്ടക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞങ്ങൾ കുറച്ച് വേറെ ഫ്രണ്ട്സിൻ്റെയൊക്കെ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഇത് വേറെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സിനൊക്കെ എക്സാം ഉണ്ടായിരുന്നു. പിന്നെ +1 എന്തായാലും ഉണ്ടാവും. ഞങ്ങൾക്ക് പറഞ്ഞത് ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, ടീച്ചേഴ്സ് അല്ല ഇടുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇത് ഞാൻ ഒറ്റ സ്ലോട്ടിൽ എടുക്കുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വേറൊരു എഡിറ്റിംഗ് ആപ്പ് ട്രൈ ചെയ്തതാണ്. അങ്ങനെ എനിക്ക് ഇടയ്ക്കിങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇത് ഒറ്റയടിക്ക് വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്, കൺവീനിയൻ്റ് ആണ്. അതല്ല എനിക്ക് ഒട്ടും ടൈമില്ല. നാളെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, അതാണെങ്കിൽ വൈകിട്ട് വരെ ഉണ്ട്, ഒരു 3:30 വരെ ഉണ്ട്, സുവോളജിയും കെമിസ്ട്രിയും. അത് പോയിട്ട് വന്നിട്ട് ഇനി ബാക്കിയുള്ളത് പഠിക്കണം. തിങ്കളാഴ്ച ആണെങ്കിൽ ഫിസിക്സ്, നാളെ കെമിസ്ട്രി തീരുകയാണെങ്കിൽ, അതായത് സെക്കൻഡ് ചാപ്റ്റർ തീരുകയാണെങ്കിൽ കെമിസ്ട്രിയും കാണും. ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി ടെസ്റ്റ് പേപ്പറാണ്. അതേപോലെ ബോട്ടണി ഒരു 100 ക്വസ്റ്റ്യനോളം അസൈൻമെൻറ്റ് 100 ദിവസത്തിനടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് മാക്സിമം അസൈൻമെൻറ്റ് തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യണം. ഇതിനെല്ലാം കൂടെ 1.5 ദിവസം സമയമാണ് ഉള്ളത്. എന്ത് ചെയ്യുന്ന അറിയില്ല. ഇന്നിപ്പം നാളത്തേക്ക് വേണ്ടി പഠിക്കണം. കുറച്ചേറെ ഹോംവർക്ക് വന്നിട്ടുണ്ട്, അതും ചെയ്യണം. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഉടനെ പഠിക്കണം. ഈ വീഡിയോ ഞാൻ ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ എന്നും എടുക്കുന്നതിൻ്റെ ഒരു 1/2 മണിക്കൂർ മാത്രം എടുത്ത് എഡിറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതിൻ്റേതായ കുറവുകൾ ഉണ്ടായിരിക്കും. നമ്മളോട് വീഡിയോ ഇടുമോ എന്ന് കുറച്ച് പേര് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ തട്ടിമുട്ടിയാണെങ്കിലും എനിക്ക് ടൈം ഇല്ലെങ്കിലും ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ കുറവുകൾ ഉണ്ടായിരിക്കും. അപ്പം മിഡ് ടേം എൻ്റെ മാർക്ക് കിട്ടി കേട്ടോ, അതും കൂടെ പറയാം. എനിക്ക് മലയാളത്തിന് ഫുൾ ഉണ്ടായിരുന്നു. കെമിസ്ട്രി, മാത്സ്, ഫിസിക്സിന് എനിക്ക് 30